മണലൂരിൽ ടി.എൻ. പ്രതാപന്റെ തോൽവിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസുകാർ തന്നെ. കോൺഗ്രസിൽ തരംഗമുണ്ടായപ്പോഴും മണലൂരിലെ കോൺഗ്രസുകാർ പ്രതാപനെ കൈവിടുകയായിരുന്നു. UDF മന്ത്രിസഭയിൽ തനിക്കുള്ള വകുപ്പുകളടക്കം പരസ്യമാക്കിയതിന് പിന്നാലെയാണ് പ്രതാപന്റെ പതനം. ജയിക്കാൻ വേണ്ടി ഏത് തന്ത്രവും പയറ്റുന്ന കോൺഗ്രസ് നേതാവെന്ന വിളിപ്പേരുള്ള പ്രതാപനെ മണലൂരിലെ ജനത തോൽപ്പിച്ചുവെന്നാണ് കോൺഗ്രസിലെ തന്നെ അടക്കം പറച്ചിൽ. ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന മണലൂരിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രതാപനെതിരെ ആദ്യം മുതൽ തന്നെ രംഗത്തുണ്ടായിരുന്നു. ജയിച്ചാൽ മന്ത്രിയാണെന്ന് പരസ്യ പ്രഖ്യാപനവും വോട്ടെടുപ്പിന് ശേഷം തന്റെ വകുപ്പും പരസ്യമായി പ്രഖ്യാപിച്ച പ്രതാപനേറ്റ തിരിച്ചടി വലുതാണ്. അനാവശ്യ വിവാദങ്ങളും ആരോപണങ്ങളും ഉയർത്തുന്ന ടി.എം. പ്രതാപന്റെ തോൽവി പ്രതാപന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. മണലൂരിൽ സ്ഥാനാർത്ഥിയായതിന് തൊട്ടു പിന്നാലെ തൃശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടി.എൻ. പ്രതാപനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കെ. കരുണാകരനെയും കുടുംബത്തെയും പിന്നിൽ നിന്ന് കുത്തിയതും കെ. മുരളീധരനെയും പത്മജ വേണുഗോപാലിനെയും പരാജയപ്പെടുത്തിയതിന് പിന്നിലും പ്രതാപനാണെന്നായിരുന്നു ആരോപണം. തുടർച്ചയായി പ്രതാപനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കിടയിലാണ് മണലൂരിലെ ദയനീയ പരാജയം. തെരഞ്ഞെടുപ്പ് വേളയിൽ BJPക്കെതിരെ വ്യാജ കിറ്റാരോപണം ഉയർത്തിക്കൊണ്ടുവന്നതും പ്രതാപനായിരുന്നു. അവസാനം തെളിവില്ലാതായതോടെ അവിടെ നിന്നും തടിയൂരുകയായിരുന്നു പ്രതാപൻ. മതഭീകരവാദ സംഘടനകളെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് പ്രതാപൻ വലിയ പ്രചാരണം നടത്തിയെങ്കിലും അതൊന്നും വിലപ്പോയില്ല എന്നാണ് മണലൂരിലെ ഫലം വ്യക്തമാക്കുന്നത്. ജനം, തൃശൂർ.